ഹലോ നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ സോഡിയാക് സൈൻ ഫയർ സൈൻ അല്ലെങ്കിൽ എർത്ത് സൈൻ ആണ്. അതായത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് അല്ലെങ്കിൽ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആണ് എങ്കിൽ സൺ, മൂൺ, റൈസിംഗ് സൈൻ ഈ പറയുന്ന ഫയർ സൈനോ അല്ലെങ്കിൽ എർത്ത് സൈനോ ആണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ ആക്ഷൻസിനെ സംബന്ധിച്ച് നിങ്ങളുടെ ചിന്തകളെ സംബന്ധിച്ച് നിങ്ങളുടെ കയ്യിലായിരിക്കണം കൺട്രോൾ എന്ന് പറയുന്നു. കാരണം ഇപ്പോൾ ഒരു ചേഞ്ച് നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ഒരു പുരോഗതിയാണ് ഉണ്ടാവുന്നത്. അത് യൂണിവേഴ്സ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകേണ്ടതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്നും അതുപോലെ പാസ്റ്റിൽ നിന്നും എല്ലാം നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകേണ്ടതാണ്. അപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ രീതിയിലാണ് നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയണേ. അപ്പൊ നിങ്ങളുടെ മൈൻഡ് ഈ പാസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭാവിയെ കുറിച്ച് കൂടുതൽ അധികമായി ആശങ്കപ്പെടുന്നതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ആക്ഷൻസ് പാസ്റ്റിൽ തന്നെ ഈ ഹോൾഡ് ഓൺ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആക്ഷൻ, ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. അതുപോലെ ഭാവിയെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഈ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് വളരെ ലാഭമുണ്ടാക്കുന്നതാണ്. ഒരുപാട് എന്താ പറയാ ഗ്രോത്ത് കൊണ്ടുവരുന്നതാണ്, വളർച്ച കൊണ്ടുവരുന്നതാണ്. ഒരുപാട് അവസരങ്ങൾ അതിലൂടെ വരുന്നുണ്ട് ജീവിതത്തിൽ ഉയരുന്നതിനും ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ പുരോഗതി കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ വിജയങ്ങൾ കൊണ്ടുവരുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിലൂടെ നിങ്ങളുടെ ലൈഫിൽ അതിനൊക്കെയുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ആ അവസരങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിക്കാനും അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. തയ്യാറാകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. പ്രസന്റ് മൊമെന്റിലായിരിക്കണം. ഈ ഒരു എന്താ പറയണ്ടേ ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഒരു മൊത്തത്തിലുള്ള ഒരു മാറ്റം വരുത്തണം. ഇപ്പോൾ അതിൽ നിന്നും കാര്യമായ ഒരു എന്താ പറയുക ഡിഫറൻസ് ഒരു പുരോഗതി ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിനു വേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ തയ്യാറാക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സറണ്ടർ ചെയ്യുക. പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ഭാവിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ കഴിവതും ഒഴിവാക്കണം. അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ ആക്ഷൻസും ഒരു എന്താ പറയണ്ടേ ഒരു കോൺഫിഡന്റ് ആയിട്ട്, അതായത് ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ള ഒരു കോൺഫിഡൻസോടെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പും നിങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഫയർ സയൻസ് ആൻഡ് എർത്ത് സയൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു.